ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫൈനലി കൊറിയയിൽ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിന് പോവാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. സോ സീനിയർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലിനിക് എന്നെ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു ക്ലിനിക്കിൽ പോയിട്ട് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദ റിസൾട്ട് വിൽ ബി റിയലി ഗുഡ്. എൻ്റെ സ്കിന്നിന് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഞാൻ ഇപ്പോൾ ഇത്തിരി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം പോകുമ്പോൾ ഇത്തിരി വൃത്തിയിലൊക്കെ പോകേണ്ടതെന്ന് വെച്ചിട്ട് കണ്ണെഴുതിയിട്ടില്ല. അതുകൊണ്ട് എനിവേ ഐ എം റിയലി എക്സൈറ്റഡ്. സോ നമ്മളെ സ്കിന്നിന് ചിലപ്പോൾ പഴയ പോലെ ഒന്നും ആവില്ല, ഗ്ലാസ് സ്കിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ. എനിവേ നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാനിവിടെ എത്തി. നമ്മൾ 5 മിനിറ്റ് ലേറ്റാണ്. ഉള്ളിൽ പോയി നോക്കാം. ഗൈസ്, ഞാനിവിടെ ക്ലിനിക്കിലെത്തി. നമ്മളൊരു 5 മിനിറ്റ് ലേറ്റായി, കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു. എന്നാലും നമ്മളിവിടെ എത്തി. എന്നോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ പേരൊക്കെ മാറിയാണ് വിളിക്കുന്നത്. സുസുമിസു. ഇവരെന്നെ കൊണ്ടുപോകുന്ന സ്പീഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ഭയങ്കര കൺസൾട്ടേഷൻ തരാനാണ് കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഒരു പേപ്പർ തന്നു. അത് സൂക്ഷിച്ച് വെക്കാനും പറഞ്ഞു. വേറെ കൺസൾട്ടേഷനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. നമ്മുടെ ബാഗൊക്കെ വയ്ക്കാനുള്ള സ്ഥലമാണ്. നമുക്കിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്. അവരെന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു പ്രൊസീജിയറിൻ്റെ പേര് LDM സ്കിൻ കെയർ മോയ്സ്ചർ മോഡ് എന്നാണ്. ആദ്യം അവർ ഈ ഒരു ജെൽ അപ്ലൈ ചെയ്യും. ഇത് സ്കിൻ റീജനറേഷൻ, മോയ്സ്ചറൈസിങ്, അതുപോലെ തന്നെ സ്കിൻ ഏജിങ് ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഹോൾ പ്രോസസ്സ് ആക്ച്വലി 6 മിനിറ്റ് പ്രൊസീജിയറാണ്. പക്ഷേ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് അതിലേറെ സമയം എടുത്തിട്ടുണ്ട്. സോ ഈ ജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഈ ഒരു സംഭവം വെച്ച് എൻ്റെ ഫേസിൽ മസാജ് ചെയ്തു. ഇത് അൾട്രാസോണിക് വേവ്സ് ആണ്. ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിലെ ഹ്യാലുറോണിക് ആസിഡ് ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ ക്ലീൻ ആകും. നമ്മളിപ്പം LDM എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് ചെയ്തത്. മസാജ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെൻ്റെ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്യാണ്ട് അത് ചെയ്തത്. ബട്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. ഈ ജെല്ല് ഭയങ്കര തണുപ്പായിരുന്നു. അപ്ലൈ ചെയ്തപ്പം നല്ല സുഖം. ഇന്നും ഇങ്ങനെ സ്കിൻ കെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ. ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഒരു ഭീകരമായ സംഭവമാണ്. കണ്ടിട്ട് ഞെട്ടരുത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫേസിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലായത്. എൻ്റെ കണ്ണും വായും ഒക്കെ അവർ കവർ ചെയ്തു. പിന്നെ എൻ്റെ ഫേസും കവർ ചെയ്തു. മൂക്ക് കവർ ചെയ്യാഞ്ഞത് ഭാഗ്യം. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. ഈ മാസ്കാണ് നമ്മുടെ ഫേസിൽ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ മാസ്കിൻ്റെ പേര് മോഡലിംഗ് മാസ്ക് എന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ മാസ്ക് അപ്ലൈ ചെയ്ത് ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാനൊരു മോഡലിനെ പോലെ ഉണ്ടാവുമെന്ന്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഞാൻ മോഡലിനെ പോലെ ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പോലെയാണെന്ന്. നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഭയങ്കര നല്ല തണുപ്പായിരുന്നു. മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഇഫക്റ്റീവ് ആവുമോ ഇല്ലേ എന്നുള്ളതിനെക്കാട്ടിലും നല്ല സുഖം ഉണ്ടായിരുന്നു. ആ ഒരു 10-15 മിനിറ്റ് നല്ല സൂപ്പർ കൂളായിരുന്നു എൻ്റെ ഫേസ്. ഈ കോമാളിത്തരങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കാണിക്കുമ്പോഴും എൻ്റെ മൈൻഡിൽ ഒരു ചോദ്യമാണ് ഉണ്ടായിരുന്നത്. ഞാൻ എങ്ങനെയാണ് ശ്വാസം വിടുന്നത്? എൻ്റെ ഫേസ് ഫുള്ള് മാസ്ക് ആണല്ലോ. സത്യമായിട്ട് ഞാൻ അതാണ് ആലോചിച്ചത്. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് ശ്വാസം വിട്ടതെന്ന് എനിക്ക് മനസ്സിലായത്. മൂക്കിൽ അവർ കവർ ചെയ്യാഞ്ഞത് എൻ്റെയും എല്ലാവരുടെയും ഭാഗ്യം. എനിവേ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. മാസ്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവരിതുപോലെ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് എൻ്റെ ഫേസിലൊരു ലോഷൻ അപ്ലൈ ചെയ്തു. അതിൻ്റെ ശേഷം സൺസ്ക്രീൻ വേണമെന്ന് ചോദിച്ചു, കാരണം പുറത്ത് ഭയങ്കര വെയിലാണല്ലോ. അപ്പം ഞാൻ വെച്ച് അപ്ലൈ ചെയ്തോളൂ. അങ്ങനെ അവരെനിക്ക് സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. എന്ത് സോഫ്റ്റായിട്ടാണ് അവർ നമ്മുടെ ഫേസിൽ ക്രീം അപ്ലൈ ചെയ്യുന്നതല്ലേ.
എന്തായാലും ഐ ഫെൽറ്റ് സോ ഗുഡ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ പ്രൊസീജിയറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സൺസ്ക്രീൻ ഞാൻ പറഞ്ഞിട്ട് അപ്ലൈ ചെയ്താണെങ്കിലും അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. 근데 이거는 콜라보레이션이었어요. 그럼 필요 없는 것 같아요. 네. ഗൈസ്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. എൻ്റെ മേക്കപ്പൊക്കെ പോയി. ഗൈസ്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ പോവാണ്. 이거 다 끝났어요? 저 가도 돼요? 마스크 하나 드릴까요? 지금 가도 돼요? 네. 감사합니다. ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അതൊരു 6 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല സുഖമായിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ, നല്ല സുഖമായിരുന്നു. അത് അപ്ലൈ ചെയ്തപ്പം ഭയങ്കര കൂളിംഗ് ഇഫക്റ്റായിരുന്നു. ഇത് എത്രത്തോളം എൻ്റെ സ്കിന്നിന് നല്ലതാണ് അല്ലെങ്കിൽ നല്ലതായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി 2 days ഒക്കെ പിടിക്കുമായിരിക്കും, നമുക്ക് നോക്കാം. എനിവേ, ഇങ്ങനെയാണ് എൻ്റെ സ്കിൻ വിത്തൗട്ട് മേക്കപ്പ്. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്കിനി ഒരു സ്ഥലം വരെ പോകണം, യുനോ. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ വാസ് നൈസ് ടു വാച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.